PM-ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെച്ചതും അതിന് CPIക്കുള്ള എതിർപ്പും ഇന്ന് കേരളത്തിൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. അതിനെപ്പറ്റി സംസാരിക്കാൻ ഇന്ന് എന്നോടൊപ്പമുള്ളത് എൻ്റെ കൊലീഗ്സ് കറിയ ചെറിയാനാണ്. ഇപ്പോൾ ഈ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ, അതായത് PM-ശ്രീ, ഈ ഒരു പദ്ധതിയിൽ കേരള സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പുവെച്ചിരിക്കുകയാണ്. ഇത് അവതരിപ്പിച്ച സമയത്താണെങ്കിലും കുറേ കാലമായിട്ട് ഇടതുപക്ഷ സംഘടനകളും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും എല്ലാവരും തന്നെ പല സംസ്ഥാന സർക്കാരുകളും ഇതിൽ ഒപ്പുവെക്കില്ല, പ്രധാനമായിട്ട് എതിർത്തത് കേരളം, തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളാണ്. ഇതിൽ ഒപ്പുവെക്കില്ല എന്നുള്ള രീതിയിൽ പ്രതികരിച്ചിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ MA ബേബി തുടങ്ങിയ ആളുകളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് ഇതിൽ ഒപ്പുവെച്ചു എന്നുള്ളൊരു വാർത്ത വരുന്നതും CPI അത് ന്യായമല്ല, നമ്മളോട് പറയാതെ അത് ചെയ്ത് ശരിയല്ല എന്നുള്ളൊരു ഇടഞ്ഞ ഒരു അവസ്ഥയിലേക്ക് വരുന്നതും ഓപ്പണായിട്ട് തന്നെ ശക്തമായിട്ട് തന്നെ അതിനോടൊരു പ്രതികരണം അറിയിച്ചത്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം. ഇപ്പോൾ വാർത്താ ചാനലുകൾക്ക് നോക്കിയാൽ ഇപ്പോൾ മന്ത്രി V. ശിവൻകുട്ടി CPI നേതൃത്വത്തിനെ കാണാൻ പോകുന്നു, ബിനോയ് വിശ്വത്തിനെ കണ്ട് സംസാരിച്ചതിന് ശേഷം ഫോട്ടോ ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പിണറായി വിജയൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ CPIയുടെ ജനറൽ സെക്രട്ടറി D. രാജയായിട്ട് ഫോണിൽ സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ കണ്ടു. മാത്രമല്ല D. രാജയും MA ബേബിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു എന്നുള്ളൊരു വാർത്തയും നമുക്കിപ്പോൾ ഇതിനോടകം കാണാൻ പറ്റി. ഇതൊരു വലിയ രീതിയിൽ CPIനെ അന്വയിപ്പിക്കാനുള്ള ശ്രമം എന്നൊക്കെയുള്ള രീതിയിലാണ് ചർച്ചകൾ മാധ്യമങ്ങളിൽ കൊണ്ടിരിക്കുന്നത്. ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ മന്ത്രി V. ശിവൻകുട്ടി വ്യക്തമായിട്ട് ഇതിനുള്ള മറുപടി വാർത്താ സമ്മേളനത്തിലൂടെയും തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും നൽകിയിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് ഈ ഒരു പദ്ധതിയിൽ ഒപ്പുവെച്ചത് എന്നുള്ള കാര്യം വിശദമായിട്ട് പോയിന്റ് അടക്കം എണ്ണി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായിട്ടും പറഞ്ഞത് കേരള സർക്കാരിന് ലഭിക്കേണ്ട, പ്രത്യേകിച്ച് സ്കൂളുകൾക്ക് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കേണ്ട ആയിരക്കണക്കിന് കോടി രൂപ ഈ ഒരു കാരണം പറഞ്ഞ് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു സമഗ്ര ശിക്ഷ കേരളയ്ക്ക് ലഭിക്കേണ്ട ഫണ്ട്, അപ്പം അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് കിട്ടാനുള്ള ഒരു ഉപാധിയായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് ഈ PM-ശ്രീ എന്നുള്ള പദ്ധതിയിൽ ഒപ്പുവെക്കുക എന്നുള്ളത്. PM-ശ്രീയിലൂടെ ഉദ്ദേശിക്കുന്നത് രാജ്യത്തൊട്ടാകെ 14,500ഓളം സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് PM-ശ്രീയിലൂടെ ഉദ്ദേശിക്കുന്നത്. അത് മാർച്ച് 2027 അവസാനിക്കുന്നൊക്കെയുള്ളതാണ് മന്ത്രി V. ശിവൻകുട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിലൂടെ മന്ത്രി V. ശിവൻകുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഒപ്പിട്ടതോടെ 1476 കോടി 13 ലക്ഷം രൂപ സംസ്ഥാനത്തിന് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ലഭിക്കും എന്നുള്ളതാണ്. സംസ്ഥാനത്തിന് ലഭിക്കേണ്ട ഒരു പൈസ ഇതിൻ്റെ ഒരു പേരിൽ എന്താ പറയുക, വേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നേടിയെടുക്കാനുള്ള പൈസ നേടിയെടുക്കുകയും അതിൻ്റെ എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ നേടിയെടുക്കുക, അതെങ്ങനെ എതിർപ്പ് നിലനിർത്തിക്കൊണ്ട് ഒരു ബദൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള കാര്യം തോമസ് ഐസക് എന്നിവരൊക്കെ ഉള്ളവർ അത് എക്സ്പ്ലെയിനും ചെയ്തിട്ടുണ്ടായിരുന്നു. ആയുഷ് പദ്ധതിയുടെ ഒക്കെ അതെ, അതിൻ്റെ ഒക്കെ ഒരു ഉദാഹരണം വെച്ചിട്ട് തോമസ് ഐസക് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ശിവൻകുട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല SFI പോലുള്ള സംഘടനകൾ വിദ്യാർത്ഥികളുടെ കൺസേൺസ് എന്ന രീതിയിൽ ശിവൻകുട്ടീനെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം പ്രധാനമായിട്ടും ഇത് വലിയ രീതിയിൽ പ്രശ്നമായി കൊണ്ട് നടക്കുന്ന CPIനെക്കാളും എനിക്ക് തോന്നുന്നു കോൺഗ്രസും മറ്റ് പാർട്ടികളൊക്കെയാണ് തോന്നുന്നത്. ABVP കിട്ടിയ ചാൻസ് മുതലെടുക്കുക പറഞ്ഞിട്ട് സർക്കാരിൻ്റെ ഈ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് പലതരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാവേണ്ട, കേരളത്തെ ചതിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും അവിടെ PM-ശ്രീ നടപ്പിലാക്കാനുള്ള MOUലോ അല്ലെങ്കിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച സംസ്ഥാനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഇവർ കാണുന്നുമില്ല, അതിനെപ്പറ്റിയൊന്നും ചർച്ചയുമില്ല, മാധ്യമങ്ങളും അതെവിടെയും എടുത്തു പറയുന്നതായിട്ട് കാണുന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും CPIയുടെ ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു എതിർപ്പ് അവർ പ്രകടിപ്പിച്ചതിൽ ന്യായമുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു മുന്നണി എന്ന നിലയ്ക്ക് CPM ഇങ്ങനെ ഒരു നയമാറ്റം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതായത് നമ്മളിത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാഹചര്യം, പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തിട്ട് നമ്മുടേതായ ഒരു ബദലിൽ കൂടെ ഇത് നടത്തിയെടുക്കാമെന്ന തീരുമാനം വരുമ്പോൾ മുൻകൂട്ടി ഒരു ചർച്ചയും മുന്നണിയിൽ ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞ് പാർട്ടി പ്രവർത്തകരോടും ജനങ്ങളോടും ഒരു എക്സ്പ്ലനേഷൻ നൽകിയിട്ട് അത്തരത്തിൽ പോകാമായിരുന്നു എന്നൊക്കെയാണ്. പിന്നെ മാത്രമല്ല തമിഴ്നാട് കേസിന് പോയി, അങ്ങനെ അവർ നേടിയെടുത്തു, എന്തുകൊണ്ട് കേരളത്തിനും കേസിന് പോയിക്കൂടാ എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ കേരളം ഇതുപോലെ ഗവർണറിന്റെ വിഷയത്തിലൊക്കെ കേസിന് പോയിട്ട് വക്കീലിന് എത്ര പൈസ കൊടുത്തു എന്നുള്ളതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. എന്തിനാണ് കേസിന് പോയത്, ഗവർണർ തടഞ്ഞു വെച്ച ബില്ലൊന്നും അത്ര വലിയ ചർച്ചാ വിഷയം ആവുന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും CPIയുടെ ഭാഗത്ത് ഈ ഒരു ഇതിൽ ഒരു ന്യായമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം തന്നെ എനിക്കുണ്ട്. പക്ഷെ എന്നിരുന്നാലും തടഞ്ഞു വെച്ച ഈ പൈസനെ പറ്റി, ഈ പൈസ വെച്ചിട്ട് സർക്കാരുകളെ, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരുകളെ കേന്ദ്ര സർക്കാർ ഇങ്ങനെ സ്ക്വീസ് ചെയ്യണതിനെ പറ്റിയൊന്നും കാര്യമുള്ള ചർച്ചകളോ അതിന് ഇത്തരത്തിലുള്ള രോഷപ്രകടനങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെ, ഇപ്പോൾ ഈ പറയുന്ന പോലെ കേന്ദ്രം എങ്ങനെയാണ് ഒരു ഫെഡറൽ സ്ട്രക്ചറിനെ കംപ്ലീറ്റ് ആയിട്ട് ഈ കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ തകർക്കുന്നതിനെ പറ്റിയുള്ള ആധികാരികമായിട്ടുള്ള ഒരു ചർച്ചകളും നമ്മുടെ ചാനലുകളിൽ വരുന്നില്ല. അപ്പോൾ കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നിലപാടുണ്ടായാൽ, അല്ലെങ്കിൽ നിലപാടിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റം ഉണ്ടായാൽ അതിനെ കണിശമായി വിമർശിക്കുക എന്നുള്ളൊരു സമീപനമാണ് ഇവിടുത്തെ മാധ്യമങ്ങളും പ്രതിപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇവിടെ കോൺഗ്രസ് സർക്കാരുകളുടെ കാര്യം ഹരി പറഞ്ഞു. അതായത് രാജസ്ഥാനിൽ ഈ PM ശ്രീ പദ്ധതി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് NEP-യിൽ ഒപ്പുവെച്ച ആളാണ് അശോക് ഗെഹ്ലോട്ട്. അന്നത്തെ രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ട് അത് ഒപ്പുവെച്ച് NEP-യുടെ ഭാഗമായ ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അതുപോലെ തന്നെയാണ് ഛത്തീസ്ഗഡ്. ഇതുപോലെ കോൺഗ്രസ് ഭരിക്കുന്ന ഇങ്ങനെ സംസ്ഥാനങ്ങൾ NEP-യിൽ വരെ ഒപ്പുവെച്ചവരുണ്ട്. നമ്മൾ NEP-യിലേക്കല്ല, PM ശ്രീ അതിനൊരു മുന്നോടിയായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ NEP-യിൽ നമ്മൾ ഒപ്പുവെച്ചിട്ടില്ല, പക്ഷേ PM ശ്രീയുടെ ഭാഗമായി. അത് എന്തുകൊണ്ട് ഭാഗമാവുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള വളരെ ദീർഘമായിട്ടുള്ള ചർച്ചകളോ അതിനെപ്പറ്റിയുള്ള സംസാരങ്ങളോ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്നില്ല. പ്രതിപക്ഷത്തു നിന്നാണ് ഇപ്പോൾ VD സതീശൻ ഇന്നലെ പറഞ്ഞത് പണം വാങ്ങുന്നതല്ല ഞങ്ങളുടെ പ്രശ്നം. പിന്നെന്താണ് പ്രശ്നം? ഇത് RSSൻ്റെ ബ്രാൻഡിങ്ങിന് കൂട്ടു നിൽക്കുന്നു എന്നാണ് പറയുന്നത്. RSSൻ്റെ ബ്രാൻഡിങ്ങിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളത് അത് പൊതുവേ ഈ പറയുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ഈ പറയുന്ന പോലെ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള പ്രോഗ്രാമുകൾ തുടങ്ങുന്നത്. അന്ന് മുതൽ ഈ ബ്രാൻഡിങ് കേന്ദ്രത്തിൽ നിന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ കുറച്ച് തീവ്രമാണ്. അതായത് കൃത്യമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഇതിനപ്പുറത്തേക്ക് RSS അജണ്ട നടപ്പാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ബ്രാൻഡിങ് പോകുന്നത്. അതിനോട് നമുക്കും എതിർപ്പുണ്ട്. പക്ഷേ ഈ പണം കിട്ടാതെ എത്രമാത്രം സംസ്ഥാന സർക്കാർ വിഷമിക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യം മനസ്സിലാക്കുന്നില്ല എന്നിട്ടല്ല, മനഃപൂർവ്വം ഒഴിവാക്കി വിടുകയാണ്. ഒരു ഉദാഹരണത്തിന് സമഗ്ര ശിക്ഷ കേരള പദ്ധതിയിൽ 60-40 ആണ് അതിൻ്റെ റേഷ്യോ. 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരുമാണല്ലോ. എന്നാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ 40% തുക കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിൽ SSKയുടെ ഭാഗമായിട്ട് ഉള്ള പരിപാടികളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 40 ലക്ഷത്തിലധികം പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികളുണ്ട് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട്. 1,80,000-ത്തിലധികം ഡിസേബിൾഡ് വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ 5 ലക്ഷം SC/ST ആനുകൂല്യങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു തടയിടുന്ന നടപടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രൊജക്റ്റുകൾ തന്നെ മുടങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ തീരദേശ മേഖലയിലെയും മലയോര മേഖലയിലെയും ഒക്കെ വിദ്യാർത്ഥികൾ, അതായത് സാമ്പത്തികമായിട്ടും മറ്റ് സാമൂഹികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകളുടെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലോക്കൽ റിസോഴ്സ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ കുറേ സെൻറ്ററുകൾ ഓരോ ബ്ലോക്ക് തലത്തിലും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അവർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സൗകര്യങ്ങൾ നൽകുക, ഭക്ഷണം ഉൾപ്പെടെയുള്ളത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ട്യൂഷൻ സെൻറ്ററും ഒരു കൾച്ചറൽ സെൻറ്റർ എന്നുള്ള രീതിയിലൊക്കെ നടത്തിപ്പൊക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങളാണ്. അതെല്ലാം ഇന്ന് പൂട്ടിപ്പൊക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരി ബ്ലോക്ക് റിസോഴ്സ് കോർഡിനേറ്ററാണ്. അദ്ദേഹം പറഞ്ഞത് ആ ബ്ലോക്കിൻ്റെ കീഴിൽ 4 ലോക്കൽ റിസോഴ്സ് സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, അത് 4ഉം പൂട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ 4 പൂട്ടിപ്പോയി എന്ന് പറയുമ്പോൾ എത്രമാത്രം വിദ്യാർത്ഥികളെ ഇത് ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നില്ല. ഈ പറയുന്ന വിഷയങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. ഇതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൊടുക്കേണ്ട ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫണ്ട് തടഞ്ഞു വെക്കുന്നു. അത് കൃത്യ സമയത്ത് അവർക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അതുപോലെ പാഠപുസ്തകങ്ങൾ, സൗജന്യ യൂണിഫോം, പെൺകുട്ടികൾക്കായിട്ടുള്ള അലവൻസസ്, ഇതിനെല്ലാം തടഞ്ഞു വെച്ച് പലതരത്തിലുള്ള പ്രഷർ ക്രിയേറ്റ് ചെയ്യുക കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് കേന്ദ്ര സർക്കാർ. അപ്പം ഇത് കൂടിക്കൂടി വരുന്ന സാഹചര്യത്തിൽ ബ്ലെയിം പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ മുകളിലേ വരുള്ളൂ. ഈ പദ്ധതികളെല്ലാം നിർത്തിപ്പോകുന്നു, അല്ലെങ്കിൽ ഇതിനുള്ള ഫണ്ട് നൽകുന്നില്ല. ഈ പറയുന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെയൊക്കെ സാലറി എന്ന് പറയുന്നത് പോലും 25,000-ന് താഴെയാണ്. അതുപോലും കൃത്യമായിട്ട് ഇപ്പോൾ കൊടുക്കാൻ സാധിക്കില്ല. കാരണം കേരളത്തിൻ്റെ മാത്രം ഫണ്ടിൽ നിന്നെടുത്ത് അത് മൊത്തം പൂർത്തീകരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊരു സംയുക്ത പദ്ധതിയാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതിനെ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കും തൊഴിലാളികൾക്കും ഇനിയൊരു പ്രതിസന്ധി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ഉറച്ച ബോധ്യത്തിൻ്റെ പുറത്താണ് ഒരുപക്ഷെ വിദ്യാഭ്യാസ വകുപ്പും മന്ത്രി വി ശിവൻകുട്ടിയും ഇത്തരത്തിലുള്ള നീക്കം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷം ഭയങ്കര രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർത്തുമ്പോഴും എന്തുകൊണ്ടാണ് ഈ പറയുന്ന SSKയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് കേരളത്തിന് കിട്ടാത്ത തുകയെ പറ്റി 1158 കോടി രൂപ നമുക്ക് ലഭിക്കേണ്ടതായിരുന്നു. അതിനെതിരെ ആരെയും സമരം ചെയ്യാൻ കണ്ടിട്ടില്ല. KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പം കേരളത്തിലേക്ക് രാഷ്ട്രീയം പറിച്ചു നട്ടിട്ട് വിമർശനം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം. എന്താണ് KC വേണുഗോപാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ചെയ്തതെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ രാജ്യസഭാംഗത്വം രാജിവെച്ചിട്ട് എങ്ങാനും രാജസ്ഥാനിൽ നിന്ന് രാജിവെച്ച് ഏതെങ്കിലും തരത്തിൽ ഭരണത്തിലെത്തിയാൽ മന്ത്രിസഭയിൽ അംഗമാകാമെന്നുള്ളൊരു ധാരണയുടെ പുറത്ത് ചെയ്തതാണ്. പക്ഷേ BJP ഭരണത്തിൽ വരികയും ചെയ്തു. അദ്ദേഹത്തിന് പകരമായിട്ട് രാജ്യസഭാംഗമായ ആൾ ഇന്ന് റെയിൽവേ സഹമന്ത്രിയാണ്. ഇതാണ് ഇപ്പം കേരളത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നത്. അതായത് അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ
കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുക്കാനായിട്ട് കേരളത്തിൽ വന്നിരിക്കുക. ആവശ്യമില്ലാത്ത ബാലിശമായ വിമർശനങ്ങളാണ് CPM-നെ BJP-യോട് ചേർത്ത് കിട്ടുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമാണല്ലോ. അപ്പം എന്തുകൊണ്ട് കേരളം ഇത് ചെയ്തു എന്നുള്ളത് ഈ കണക്കുകൾ പൂർണ്ണമായിട്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്രാൻഡിങ്ങിന് കേരള സർക്കാർ എതിരാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. വളരെ സങ്കീർണമായ സാഹചര്യത്തിൽ മാത്രമാണ് ഈ ആയുഷ് പദ്ധതിയിലൊക്കെ നമ്മൾ ഒപ്പുവെച്ചതും ആ ബ്രാൻഡിങ്ങിന് തയ്യാറായത്. എന്നാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ കാണുന്നത് ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രി ആവാസ് യോജനയുമായി ബന്ധപ്പെട്ട് സിറ്റീസിൽ 1.5 ലക്ഷം കേന്ദ്ര സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷനും ഗ്രാമീണ പ്രദേശങ്ങളിൽ 72,000 കേന്ദ്ര സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷന് വരുന്നത് ഒരു വീടിനൊക്കെ ഇങ്ങനെ. അപ്പോൾ പക്ഷേ അന്ന് കേന്ദ്ര സർക്കാർ വെച്ചൊരു നിലപാടെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കുന്ന എല്ലാ വീടുകളിലും വെക്കണം, ആ ഒരു ബ്രാൻഡിങ് നടത്തണം. കേരള സർക്കാർ പറഞ്ഞു നടക്കത്തില്ല എന്ന് പറഞ്ഞു, ആ പൈസ ഞങ്ങൾക്ക് വേണ്ട. കാരണം ആ തുകയെന്ന് പറയുന്നത് കേരള സർക്കാരിനെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു തുകയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് ബാലൻസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഒരാളുടെ വീടിന് മുന്നിലൊരു സർക്കാരിൻ്റെ ബ്രാൻഡിങ് വെച്ചുകൊണ്ട് അവരെ അതൊരു മോശക്കാരാക്കുന്നു എന്നുള്ള തരത്തിലേക്കുള്ള നിലപാടൊന്നും വേണ്ട എന്ന കർശനമായ നിലപാടെടുത്തതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ വീതം വാങ്ങാതെ തന്നെ ഏതാണ്ട് 6 ലക്ഷത്തോളം വീടുകൾ സംസ്ഥാന സർക്കാർ ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ നോക്കി കാണണമെന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാതെ വെറുതെ CPM PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്നതിലൂടെ BJP-യുടെ RSS അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുക എന്നൊന്നും പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. NEP ഏറ്റവും ശക്തമായിട്ട് എതിർത്തിട്ടുള്ള, ഇപ്പോഴും എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. NEP പൂർണ്ണമായിട്ടും എതിർക്കുന്നതിനപ്പുറത്തേക്ക് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായിട്ട് വരുന്ന ഈ പറയുന്ന വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുന്ന 6ാം ക്ലാസ് കഴിഞ്ഞാൽ വൊക്കേഷണൽ ട്രെയിനിങ്ങിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിടുക. അപ്പോൾ ഈ പറയുന്ന പോലെ അടിസ്ഥാന വർഗത്തിൽ നിന്നുള്ള ആളുകളുടെ മക്കൾക്ക് ഈ പറയുന്ന വൊക്കേഷണൽ ട്രെയിനിങ്ങുകളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ അത് കൂടുതൽ വിദ്യാഭ്യാസത്തിന് ശ്രമിക്കാതെ അവരതുമായി ബന്ധപ്പെട്ട് ചൈൽഡ് ലേബറിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അതിനെയൊക്കെ CPM എതിർക്കുന്നുണ്ട്. അതുപോലെ കൊമേഴ്സ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, ഇതിനെ CPM എതിർക്കുന്നുണ്ട്. സംഘപരിവാറിൻ്റെ അജണ്ട നടപ്പാക്കുന്ന സിലബസിലേക്ക് ഈ പറയുന്ന RSS വൽക്കരണത്തെ CPM എതിർക്കുന്നുണ്ട്. NCERT സിലബസിൽ ഈ പറയുന്ന ഗാന്ധിവധത്തെയും അല്ലെങ്കിൽ മുഗൾ ഹിസ്റ്ററിയും ഒക്കെ മൊത്തത്തിൽ എടുത്തു മാറ്റിയപ്പോഴും കേരളത്തിൽ സിലബസ് NCERT +1 +2 NCERT ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് അല്ലാതെയും ചില വിഷയങ്ങളിൽ NCERT ടെക്സ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അഡീഷണലായിട്ട് ഗാന്ധിവധവും അതുപോലെ തന്നെ മുഗൾ ചരിത്രവും പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് അഡീഷണലായിട്ട് വിദ്യാർത്ഥികൾക്ക് നൽകിയ ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ എല്ലാ തരത്തിലും ഈ പറയുന്ന RSS വൽക്കരണത്തെ എതിർക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഉള്ളത്. പല ആളുകളും ഇപ്പോൾ സാറാ ജോസഫിനെ പോലെ ആളുകളൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ RSSന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് PM ശ്രീ കുട്ടികളെ സൃഷ്ടിച്ചു എന്നുള്ള രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ ഇടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വ്ളാഡിമിർ ലെനിൻ ന്യൂ എക്കോണമിക് പോളിസി സോവിയറ്റ് യൂണിയനിൽ നടപ്പാക്കിയപ്പോൾ അത് വ്യതിയാനമായിട്ട് കാണേണ്ടതായിരുന്നു. ഡെൻ സിയാവോപിങ് ഓപ്പൺ മാർക്കറ്റിലെ സമ്മതിച്ചപ്പോൾ അതിനെ നമ്മൾ വേണമെങ്കിൽ ഇടതു വ്യതിയാനം എന്നൊക്കെ വിമർശിക്കായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത് പിന്നീട് എന്നുള്ളതാണ്. സോവിയറ്റ് യൂണിയൻ വലിയ വളർച്ച കൈവരിച്ചു തകരുന്നതിന് മുമ്പാണെങ്കിലും. പിന്നെ ചൈന ഇന്ന് ഏത് തരത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്കറിയാം. ഡെൻ സിയാവോപിങ്ങിൻ്റെ നയങ്ങളാണ് ചൈന ഇത്രയും വലിയ രീതിയിൽ വളർത്തിയത്. അപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്നുള്ളൊരു വസ്തുതയുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്. അപ്പോൾ അതങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ബിനോയ് വിശ്വവും പണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ നൽകിയ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നിച്ചു പോകേണ്ടതാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, വ്യത്യസ്ത പാർട്ടികളാണ്, അവരുടേതായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അതിനെ അങ്ങനെ തന്നെയാണ് കാണേണ്ടതെന്നാണ് തോന്നുന്നത്. അതായത് ബിനോയ് വിശ്വം എന്നല്ലേ പറഞ്ഞത്, മന്ത്രി ശിവൻകുട്ടിയുടെ മേലെ ആത്മവിശ്വാസമുണ്ട്, അങ്ങനത്തെ തീരുമാനങ്ങളെ ആ ഭാഗത്തു നിന്ന് ഉണ്ടാവുള്ളൂ എന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ് ബിനോയ് വിശ്വം പ്രകടിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾക്കാണ് CPM തെറ്റിപ്പിരിയണം എന്നുള്ള ആവശ്യം. പ്രസ്ഥാനത്തെ തകർക്കാവുന്ന കോൺഗ്രസും ഇടയ്ക്കൊന്ന് വിചാരിച്ചു. ഇന്നലത്തെ പെട്ടെന്നുള്ള അടൂർ പ്രകാശിന്റെ ഒക്കെ പത്രസമ്മേളനം കണ്ടപ്പോൾ വാർത്ത വരുമ്പോഴേക്കും ഇടതുപക്ഷം വിട്ട് UDF-ലേക്ക് പോകുമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.